നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. 10 ദിവസത്തിനിടെ 4 തവണയായി 8 രൂപയുടെ വർധന. വിലവർധനവിൽ പൊറുതിമുട്ടിയെന്നും ജീവിതം ദുസ്സഹമെന്നും ജനങ്ങൾ. എറണാകുളം മലയിടംതുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് താൽക്കാലിക ആശ്വാസം. വിധി നടപ്പാക്കാൻ 2 ആഴ്ചത്തെ സാവകാശം നൽകി ഹൈക്കോടതി. സുപ്രീംകോടതി വിധി നടപ്പാക്കിയേ തീരൂ എന്ന നിർദ്ദേശം. സമരം ഏറ്റെടുത്ത് CPM. മലയിടംതുരുത്ത് സന്ദർശിച്ച MV ഗോവിന്ദൻ. പരിയാത്തുകാവിൽ മുത്തങ്ങയുടെ മിനി പതിപ്പിന് പോലീസ് ശ്രമിച്ചുവെന്ന് MV ഗോവിന്ദൻ. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. 11 പ്രതികളെ വെറുതെ വിട്ടത് ശരിവെച്ചു. കേസിൽ പട്ടികവർഗ പീഡനത്തിനുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്നും ഹൈക്കോടതി. 13 പ്രതികളുടെ ശിക്ഷ കൂട്ടുന്നതിൽ വിധി അല്പസമയത്തിനകം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ചില്ലെന്ന് ജസ്റ്റിസ് നരസിംഹ. NTA വിശദീകരണം തേടി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന്റെ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി ഇന്ന് രാത്രി വരെ അപേക്ഷിക്കാം. റാങ്ക് ലിസ്റ്റുകൾ നീട്ടാനുള്ള സർക്കാർ ശുപാർശ അംഗീകരിച്ച് PSC. 289 റാങ്ക് ലിസ്റ്റുകൾ നീട്ടും. 30,845 ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം. നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ വിശദാംശങ്ങളും മാനദണ്ഡങ്ങളും പ്രധാന അജണ്ട. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്താനിരിക്കെ ഇന്ന് പരക്കെ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇത് 4ാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം രാജ്യത്ത് നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2 ആഴ്ചയ്ക്കിടെ ഇത് 4ാമത്തെ തവണയാണ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂട്ടി. ഇതോടെ ഡൽഹിയിൽ ഡീസലിന് 95.20 രൂപയും പെട്രോളിന് 102.12 രൂപയുമായി. കേരളത്തിൽ പെട്രോളിന്റെ വില 115 കടന്നു. ലിറ്ററിന് 8 രൂപ വരെ ക്രമേണയുള്ള വർധനവ് തുടരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ധനവില വർദ്ധിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഇന്ധന വില വർധനവിന് കാരണം. വിപണിയിൽ വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി എണ്ണക്കമ്പനികൾ തുടർച്ചയായി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം നിലവിൽ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും അടുത്ത 60 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്നുമാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അടിക്കടി വർദ്ധിക്കുന്ന ഇന്ധനവിലയിൽ നട്ടം തിരിയുകയാണ് സാധാരണക്കാർ. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ചേട്ടാ, പെട്രോൾ ഡീസൽ വില ഇന്നും കൂടിയിട്ടുണ്ട്. ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ശരിക്കും ബാധിക്കുമല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ബാധിക്കും. 2 രൂപ തന്നെ മാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നം നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നതാ, കാരണം പെട്രോളിന് വില വർദ്ധിച്ച് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണം. പെട്രോൾ വില വർധനവ് മാത്രമല്ല, മറ്റു നിത്യോപയോഗ സാധനത്തിൻ്റെ വിലകളൊക്കെ നമുക്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കത് ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. പെട്രോൾ വില വർധനവ് മാത്രമല്ല, ബാക്കിയുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏത് സാധാരണക്കാരെടുത്താലും വിലക്കയറ്റവും മൊത്തത്തിൽ നമ്മളിപ്പോൾ ചാർജ് കൂട്ടുകയാണെങ്കിൽ വിലയും കൂടും, എല്ലാം കൂടും. ഈ ഓട്ടോ മേഖലയിലും അല്ലെങ്കിൽ ബസ് മേഖലയിലും മാത്രമാണ് ഇപ്പം നമുക്ക് ചാർജൊന്നും വർദ്ധിക്കാത്തത് ഇത്ര കാലത്തിന് ശേഷം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്.
നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ചില്ലെന്ന് ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച്. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി NTA-യോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർന്നത് NTA-ക്ക് ഉള്ളിൽ നിന്നാണെന്ന CBI കണ്ടെത്തൽ ശരിവെച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് പുതിയ മേൽനോട്ട സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ച കോടതി വീഴ്ചകളിൽ നിന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന ചോദ്യം ഉന്നയിച്ചു. തുടർച്ചയായി ക്രമക്കേടുകൾ നടക്കുന്നത് ദുഃഖകരമാണെന്നും ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദീകരണം ആവശ്യപ്പെട്ട കോടതി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുഴുവൻ കക്ഷികൾക്കും നോട്ടീസ് അയച്ചു. നേരത്തെ ശുപാർശകൾ നൽകിയ ഉന്നതാധികാര സമിതിയോടും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 നടക്കാനിരിക്കെ നിരീക്ഷണ സംവിധാനവും പതിവ് ഓഡിറ്റുകളും ശക്തമാക്കി. ടെലിഗ്രാം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലെ നിരീക്ഷണവും തുടരുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി ഉന്നതതല യോഗം ചേർന്ന് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് NTA-ക്കുള്ളിൽ നിന്നാണെന്ന CBI കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപേക്ഷ നൽകാൻ ഇന്ന് രാത്രി വരെ സമയം. വെബ്സൈറ്റിലെ സാങ്കേതിക തകരാർ തുടരുന്നതിനാൽ അപേക്ഷാ തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBSE വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. സാങ്കേതിക പിഴവ്, വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടിരുന്നു. വെബ്സൈറ്റിലെ തകരാറു കാരണം ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകുമെന്നും സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും CBSE അറിയിച്ചു. അട്ടപ്പാടി മധു വധക്കേസിൽ 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. 11 പ്രതികളെ വെറുതെ വിട്ടത് ശരിവെച്ചു. കേസിൽ പട്ടികവർഗ പീഡനത്തിനുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്നും ഹൈക്കോടതി വിധി. 2018 ഫെബ്രുവരി 22-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന ആദിവാസി യുവാവ് മധുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൂടുതൽ വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, മധു വധക്കേസിൽ 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് 13 പ്രതികളുടെ ശിക്ഷ അത് എങ്ങനെയായിരിക്കും? അത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഏവരും. 12 മണിയോടുകൂടി വിധി വരുമെന്നാണ് കേട്ടിരുന്നത്. കോടതി നടപടികൾ തുടങ്ങിയോ? ഇതിൽ വിചാരണ കോടതി ഒഴിവാക്കിയ ഒരു കുറ്റം, ആ കുറ്റം കൂടെ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികൾക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതികൾ 12 പ്രതികളെ ശിക്ഷിച്ച നടപടി, അതായത് 13 പ്രതികളെയായിരുന്നു 13 പ്രതികളിൽ 14 പ്രതികളെ ശിക്ഷിച്ചതിൽ ഒരു പ്രതിക്ക് 3 മാസം തടവേണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പീൽ നൽകിയിരുന്നില്ല. ബാക്കി 13 പ്രതികളാണ് അപ്പീൽ നൽകിയിരുന്നത്. ഈ 13 പ്രതികളിൽ 1-ാം പ്രതിയെ വെറുതെ വിട്ടു. 1-ാം പ്രതിക്കെതിരെ വ്യക്തമായ തെളിവുകൾ കോടതിയിലെത്തിയില്ല എന്നുള്ള ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ടാണ് 1-ാം പ്രതിയെ വെറുതെ വിട്ടത്. ബാക്കി 12 പ്രതികളെ കോടതി വിചാരണ കോടതിയുടെ ശിക്ഷ ശരിവെച്ചു. ഈ 12 പ്രതികളിൽ ഇവർക്കെതിരെ ഈ ഹരിജന പീഡന കുറ്റം, അതല്ലെങ്കിൽ പട്ടികവർഗത്തിനെതിരെയുള്ള പീഡന കുറ്റം കൂടി നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ കണ്ടെത്തൽ. അതിൽ എത്ര പേർക്കെതിരെ നിലനിൽക്കുമെന്നുള്ളതല്ല, ചിലപ്പോൾ ചില ആളുകൾക്കെതിരെ അത് വ്യത്യാസം വരാം. എങ്കിലും ഓരോരുത്തർക്കും 7 വർഷം തടവ് ശിക്ഷയാണ് ഇതിനു മുമ്പ് മനഃപൂർവ്വമില്ലാത്ത നരഹത്യക്ക് വിചാരണ കോടതി നൽകിയിരുന്നത്. അതിപ്പോൾ ശിക്ഷ ഈ പട്ടികവർഗ പീഡനത്തിന് എതിരെയുള്ള ശിക്ഷയും കൂടി നിലനിൽക്കുമെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി തുടർ വിധി പറയുവാനായിട്ട് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. അത് ഉടനെ തന്നെ, അതായത് രാജേഷ്, ഒറ്റ കാര്യം, അപ്പോൾ ഈ 12 പ്രതികളുടെ ശിക്ഷ കൂട്ടുന്നതിലെ വിധിയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? 12 പ്രതികളുടെ
തീർച്ചയായും അത് പ്രോസിക്യൂഷന്റെ അപ്പീലിലാണ് ഇപ്പൊ ശിക്ഷ കൂട്ടണമെന്നുള്ള പ്രോസിക്യൂഷന്റെ അപ്പീലിലെ വാദത്തിലാണ് ഈ 12 പ്രതികളുടെ ശിക്ഷ. അതിൽ ഏതൊക്കെ പ്രതികൾക്ക് ഏതൊക്കെ അളവിൽ അത് വ്യത്യാസമുണ്ടാവും. കാരണം ഓരോ പ്രതികളുടെയും അവര് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു അവരുടെ എത്രമാത്രം അവരതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതനുസരിച്ചായിരിക്കും കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി നിശ്ചയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. എല്ലാ പ്രതികൾക്കും ഒരേപോലെ തന്നെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ഇദ്ദേഹം ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു എന്ന് പ്രതികൾക്ക് അറിവില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കുറ്റം വിചാരണ കോടതി ഒഴിവാക്കിയത്. എന്നാൽ അങ്ങനെയുള്ള ഒരു അറിവ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയത്. അത് എത്ര പേർക്ക് അങ്ങനെ അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാരണം ആൾക്കൂട്ട കൊലപാതകമാണ്. അപ്പോൾ വഴിയെ പോയ ആൾക്കാരൊക്കെ ഇതിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് മനഃപൂർവ്വം ഗൂഢാലോചന നടത്തിയ ഒരാളെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോൾ അറിഞ്ഞു കേട്ട് വന്നവരുടെ അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ കൂട്ടണമെന്ന് നിർബന്ധമില്ല. ഏതായാലും കോടതി വിധി കാത്തിരിക്കുന്നു. ശരി, 12 പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. 1-ാം പ്രതി ഹുസൈൻ്റെ അഭിഭാഷകന്റെ പ്രതികരണത്തിലേക്ക്. ില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രോസിക്യൂഷൻ റിലൈ ചെയ്ത ഡിജിറ്റൽ എവിഡൻസ് തന്നെ ഡിഫൻസും റിലൈ ചെയ്തു. ആ ഡിജിറ്റൽ എവിഡൻസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും 8-9 സാക്ഷികളെ പ്രോസിക്യൂഷൻ കളവായി കൊണ്ടുപോകുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ കീഴ്ക്കോടതി എടുത്ത മറ്റ് ചില തെളിവുകൾ 1-ാം പ്രതിക്ക് മതിയായ തെളിവുകളല്ല, എനിക്കെതിരെ മതിയായ തെളിവുകളല്ല എന്ന് മനസ്സിലായിട്ടാണ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി ശരിവെച്ചു എന്നാണ്. ഹുസൈൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. നേരത്തെ AGയുടെയും ഒരു അഡീഷണൽ AGയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് KC വിൻസെന്റിനെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ യോഗം തീരുമാനമെടുത്തു. അഡ്വക്കേറ്റ് KC വിൻസെന്റ് നമുക്കറിയാം, വയോജന വകുപ്പിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേതെല്ലാം സബ്ജക്റ്റാണ്, ഏതെല്ലാം വിഷയങ്ങളാണ് പുതിയ വകുപ്പിൻ്റെ കീഴിൽ വരേണ്ടത് എന്നുള്ള തീരുമാനമെടുത്തു. അത് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ, പുതിയ വിഷയങ്ങൾ ഈ വകുപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചിരുന്ന ടി അസഫ് അലിക്ക് ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ 2 അഡീഷണൽ ഇതുകൂടിയുണ്ട്. സാധാരണ DGP ആണ് ആ ചുമതല വഹിക്കുന്നത്. പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അനൗദ്യോഗികമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഈ തീരുമാനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു അവധി ദിവസങ്ങളായതുകൊണ്ടാണ് വളരെ മുൻപ് ക്യാബിനറ്റ് കൂടി ഗവർണർക്കുള്ള പ്രസംഗത്തിൻ്റെ അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാബിനറ്റായിട്ടാണ് ഇന്ന് ചേർന്നത്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആണ് നമുക്കതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും
ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJP-ക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെൻറ്റാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈൻറ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ സംശയം ചോദിക്കും ഈ വിഷയത്തിൽ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIR-നെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിൻ്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ലല്ല, വെയിറ്റ്, ഇത് പറ ഇതല്ലേ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ വരെടുത്ത് അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. ആ
മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ വിധി നടപ്പാക്കാൻ കോടതി 2 ആഴ്ചത്തേക്ക് കൂടി സമയം നീട്ടി നൽകി. ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ വിധി നടപ്പാക്കാൻ കോടതി സമയം നീട്ടി നൽകിയത് സർക്കാരിന് താൽക്കാലിക ആശ്വാസമായിരിക്കണം അല്ലേ? തീർച്ചയായും ഇപ്പോൾ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഉടനെ തന്നെ ആദ്യമുണ്ടായ പ്രശ്നമാണ് ഈ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇത് നടപ്പിലാക്കുവാൻ ഇടതുപക്ഷ സർക്കാർ അതിന് മുൻകൈ എടുത്തില്ല എന്നുള്ളതും ഒരു വശം ഉണ്ട്. ഹൈക്കോടതി ഈ സുപ്രീം കോടതി ഉത്തരവ് വരെ ഇങ്ങനെ ആയതുകൊണ്ട് ഹൈക്കോടതി ഇത് നടപ്പിലാക്കുവാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം മുനിസിപ്പൽ കോടതി ഈ കാര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് ബലമായി കുടിയൊഴിപ്പിക്കുവാൻ ശ്രമിച്ചത്. എന്നാൽ സർക്കാർ ഇക്കാര്യം പഠിച്ച് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കുവാൻ ഒരു 2 ആഴ്ചത്തെ സാവകാശമാണ് ഇന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത്. അതുവരെ മുനിസിപ്പൽ കോടതിയിലെ ഈ എക്സിക്യൂഷൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ്. ഇത് ഹൈക്കോടതി അനുവദിച്ചു. പക്ഷെ അതിൽ ഹൈക്കോടതി ഒരു പ്രത്യേകം കാര്യം പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവ് നടപ്പിലാക്കിയേ പറ്റൂ. താൽക്കാലികമായിട്ട് സമയം നീട്ടി നൽകുമെങ്കിലും അത് ഉപയോഗപ്പെടുത്തി ഈ കുടിയൊഴിപ്പിക്കൽ ഇനി നീട്ടിക്കൊണ്ടു പോകാനാവില്ല. ഉത്തരവ് പാലിക്കാൻ പറ്റൂ. അതിന് എന്ത് നടപടികളും സ്വീകരിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ വിധി നടപ്പാക്കാൻ കോടതി സമയം നീട്ടി നൽകിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലയിടംതുരുത്ത് സന്ദർശിച്ചു. പരിയത്തുകാവിൽ മുത്തങ്ങയുടെ മിനി പതിപ്പിന് പോലീസ് ശ്രമിച്ചുവെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ പോലീസിന്റെ കടന്നാക്രമണം ഉണ്ടായി എന്നും സാമ്പത്തിക ശേഷിയുള്ള വിഭാഗത്തിനു വേണ്ടി കോടതി വിധിയുടെ മറവിൽ പോലീസ് ആക്രമണം നടന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവർക്ക് അനുകൂലമായ കാലം, അതായത് പാവങ്ങളെ കടന്നാക്രമിക്കാനുള്ള സൗകര്യം സാമ്പത്തിക ശേഷിയുള്ള വിഭാഗത്തിന് സാങ്കേതികമായി കോടതിയുടെ സൗകര്യപ്രദമായ വിധി കൂടി ചേർത്ത് കുടിയൊഴിയില്ലെന്ന് മലയിടംതുരുത്ത് നിവാസികൾ വ്യക്തമാക്കി. സമരസമിതി അഭിഭാഷകൻ KY സുധീരന്റെ പ്രതികരണം. ഇന്നുവരെ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. മ്ലേച്ഛമായി ഭീകരമായി അടിച്ചമർത്താൻ ഉള്ള എന്തു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒറ്റ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളിപ്പോ മറുപടി പറയലല്ല, പക്ഷേ ഈരൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ ശ്രീ VP സജീന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ പ്രശ്നത്തിന്റെ സംഘർഷാവസ്ഥയെ ലഘൂകരിക്കാനല്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാവും. 1ാം ക്വാളിഫയറിൽ പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ 31-ന് അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. 1ാം ക്വാളിഫയറിൽ പരാജയപ്പെടുന്ന ടീമിന് ഫൈനലിലെത്താൻ ഒരു അവസരം കൂടിയുണ്ട്. അവർ 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ മത്സരിക്കണം. പോയിന്റ് പട്ടികയിൽ 3ഉം 4ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും 27-ന് ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന എലിമിനേറ്ററിൽ നേർക്കുനേർ വരും. ഈ മത്സരത്തിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. വിജയിക്കുന്നവർ 2ാം ക്വാളിഫയറിലേക്ക് മുന്നേറുകയും അവിടെ RCB ഗുജറാത്ത് മത്സരത്തിൽ തോറ്റ ടീമിനെ നേരിടുകയും ചെയ്യും. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അത് കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.